കർണാടക മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ഒരു രാഷ്ട്രപതിയെ കാണാൻ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടും ഇതുവരെയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതുമായി ബന്ധപ്പെട്ടൊന്നും പ്രതികരിച്ചേ കാണുന്നില്ല. ലിംഗ്വിസ്റ്റിക് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള സംരക്ഷണം നഷ്ടമാകുന്നു, കന്നഡ ഭാഷയിൽപ്പെട്ടവർക്ക് പരിരക്ഷ കിട്ടുന്നില്ല എന്നതാണ് കർണാടക മുഖ്യമന്ത്രി പ്രധാന വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ പരിരക്ഷ ഇല്ലാതിരുന്നു എന്നൊരു വിമർശനം നേരത്തെ വന്നിട്ടുണ്ട്. അത് 2015 കേരള നിയമസഭ പാസാക്കിയ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 2015 സിദ്ധരാമയ്യയുടെ പാർട്ടി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. അന്ന് പാസാക്കിയ നിയമത്തിലാണ് മതന്യൂനപക്ഷങ്ങളുടെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ ഇല്ല എന്നുള്ളൊരു പ്രശ്നം വന്നത്. എന്നാൽ ഇപ്പോഴത്തെ ബില്ലിനകത്ത് 7-ാം വകുപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്, 5-6 വകുപ്പുകളിൽ എന്ത് തന്നെയാണ് പറഞ്ഞിരുന്നാലും നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കന്നഡ, തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരവരുടെ പ്രദേശങ്ങളിൽ ഓഫീസുമായോ സെക്രട്ടേറിയറ്റുമായോ എല്ലാം കത്തിടപാടുകൾ അതാത് ഭാഷയിൽ നടത്താം. അതേ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ട്വീറ്റിലും അത് വ്യക്തമാക്കി, ഞാൻ ഇന്നലെയും വ്യക്തമാക്കിയിട്ടുണ്ടായി. എന്നാൽ കർണാടക ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനെ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ ആവശ്യമില്ലാത്തൊരു വിവാദത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അവരെ തിരുത്താതിരിക്കുന്നത് ഇവരുടെ കൂടി ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ നിലപാട് സ്വീകരിച്ചതെന്ന് സംശയം. എന്നാൽ കൗതുകകരമായ കാര്യം, കർണാടകയുടെ നിയമമുണ്ട്, കന്നഡ ലാംഗ്വേജ് കോംപ്രഹെൻസീവ് ഡെവലപ്മെൻറ്റ് ആക്ട്. അതിനകത്ത് 4B പറയുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആസ് ഫാർ ആസ് പോസിബിൾ യൂസ് കന്നഡ ലാംഗ്വേജ് or English language for correspondence with the government, head of department and other government officers. In such cases, replace may be in Kannada or in English. ഇതാണ് അവരുടെ നിയമം. എന്നുവെച്ചാൽ ലിംഗ്വിസ്റ്റിക് ഭാഷാ ന്യൂനപക്ഷങ്ങൾ കർണാടകയിലുള്ളവർ കന്നഡ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അങ്ങനെ അയക്കുന്ന കത്തുകൾക്കുള്ള മറുപടിയും കന്നഡയിലും ഇംഗ്ലീഷിലായിരിക്കും. നമ്മുടെ നിയമം പറയുന്നത് ഭാഷാ ന്യൂനപക്ഷങ്ങൾ അവരവരുടെ എല്ലാ കത്തിടപാടുകളും ആ ഭാഷയിൽ തന്നെ നടത്താം, അതിനുള്ള മറുപടിയും ആ ഭാഷയിൽ തന്നെ നടത്തും. യഥാർത്ഥത്തിൽ ഇതാണ് കർണാടക സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിനകത്ത് മലയാളം മാതൃഭാഷയാകാതിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മലയാളികളല്ലാത്ത ആളുകൾ, മലയാളികൾ ഭാഷയല്ലാതെ കന്നഡയോ തമിഴോ ഒക്കെ ന്യൂനപക്ഷ ഭാഷകളിലുള്ള ആളുകൾക്ക് ആ ഭാഷയിൽ പഠിക്കാം, അവർക്ക് തിരഞ്ഞെടുക്കാം. എന്നാൽ കന്നഡയുടെ ആക്ട് പറയുന്നത് കന്നഡ ലാംഗ്വേജ് ഇൻ എഡ്യൂക്കേഷൻ ഇൻ സോ ഫാർ as എഡ്യൂക്കേഷൻ ഇൻ ഓൾ സ്കൂൾസ് ഇൻ ദ സ്റ്റേറ്റ് ആർ കൺസേൺ ദ പ്രൊവിഷൻസ് ഓഫ് കന്നഡ ലാംഗ്വേജ് ലേണിംഗ് ആക്ട് 2015. 2015 അവരൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം അനുസരിച്ചാണ് എല്ലാവരും പിന്തുടരേണ്ടത്. ആ നിയമം പറയുന്നത് ഈ കന്നഡ ലാംഗ്വേജ് ലേണിംഗ് ആക്ട് 2015 കന്നഡ ആസ് എ കമ്പൽസറി ലാംഗ്വേജ്. ഒന്നാമത്തെ വകുപ്പ്, കന്നഡ ലാംഗ്വേജ് ഷാൽ ബി ടോട്ട് as a compulsory language in all classes, in all schools in the state, either as a first language or as a second language in the phased manner. അതിൽ അവസാനം പറയുന്നത് a student who has not opted his mother tongue other than Kannada as first or second language may study his mother tongue as a third language. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് മലയാളി ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാമെന്നാണ്. അവരുടെ നിയമത്തിൽ പറയുന്നത് കന്നഡയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ പഠിക്കണം, വേണമെങ്കിൽ 3-ാം ലാംഗ്വേജ് ആയിട്ട് അവരവരുടെ ഭാഷ പഠിക്കാമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുള്ള ആളുകൾ ഇല്ലാത്തൊരു വ്യവസ്ഥ പറഞ്ഞ് കേരളത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എന്തുകൊണ്ട് ഇതിനകത്ത് നിശബ്ദത പാലിക്കുന്നു? അത് സംസ്ഥാനങ്ങൾ തമ്മിൽ അനാവശ്യമായിട്ടുള്ള ഒത്തിരിയേറെ മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളം ഇന്നെന്തോ കന്നഡയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചു എന്ന് പ്രതീതി സൃഷ്ടിക്കുന്നത് തെറ്റായ ചില സന്ദേശം നൽകും. അത് ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുകയാണല്ലോ. അപ്പം ഇയാളുടെ MLA സ്ഥാനമായിട്ട് രാജിവെച്ചിട്ടില്ല, പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളെ കുറിച്ച് ആലോചിക്കും എന്ന് സ്പീക്കർ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ? അല്ല, അതിപ്പോൾ പോലീസ് അന്വേഷണത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോകുന്നു. നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഇത് സംബന്ധിച്ചെല്ലാം നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കി. പക്ഷേ കോൺഗ്രസ് 2 നിലയിലുള്ള സമീപനമാണല്ലോ സ്വീകരിക്കുന്നത്. പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നു, പ്രത്യക്ഷമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. ഗവൺമെൻറ് കാര്യത്തിൽ ഇന്നാൾ എന്ന രൂപത്തിലല്ല, സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം, അതിൻ്റെ
അതിജീവിതയും അതുപോലെ തന്നെ ഇരകളും അവരുടെ ബന്ധുക്കളും എല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് കേരളീയ സമൂഹം അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുമെന്നാണ് കണക്കാക്കുന്നത്. അതെ, ഇതൊരു നമ്മുടെ കേരളത്തിലല്ല ലോകത്തിൽ തന്നെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഒരു ജനപ്രതിനിധിയല്ല സാധാരണ ആൾക്ക് പോലും എതിരെ ഇത്തരം പരാതികൾ ഉയർന്നു വരാൻ അത്തരം അപൂർവമാണ് ഇത്. അപ്പം അത് കോൺഗ്രസിൻ്റെ ഒരു നാം കാണേണ്ടത് എല്ലാ പരിലാളനയും നൽകി വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കൈയൊഴിഞ്ഞ് ഞങ്ങൾ ഇതിനെല്ലാം ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇവരാണല്ലോ ഇതെല്ലാം അറിഞ്ഞിട്ട് എല്ലാ പരിലാളനങ്ങളും നൽകി എല്ലാ ചുമതലകളും നൽകിയെന്ന് കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെ വ്യക്തമാക്കിയല്ലോ. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്ന് അവരുടെ ആളുകൾ തന്നെ വ്യക്തമാക്കിയല്ലോ. അപ്പോൾ ആരാണ് ഇതെല്ലാം ഈ രൂപത്തിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തം. ഈ നേതാക്കളെ കോൺഗ്രസ് നേതാക്കൾ അവർ പറയുന്നത് ഇയാളെ പാർട്ടിയിൽ പുറത്താക്കിയതാണ്, അപ്പോൾ ഇനി അതിൻ്റെ ഉത്തരവാദിത്വമൊന്നുമില്ല, ഇനി എത്ര കേസുണ്ടെന്ന് നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പക്ഷേ KM അടക്കമുള്ള ആളുകളെ പ്രതികരിച്ചത്. അവരുടെ പുറത്താക്കിയിട്ട് നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ആ സമയത്തും കാണുകയുണ്ടായല്ലോ. അല്ല, അതിൻ്റെ ഇപ്പോൾ കമ്മിറ്റി പരിശോധിച്ച് വരുമ്പോഴല്ലേ നമുക്കിപ്പോൾ നിയമത്തിൻ്റെ ഒഴുക്കി പോവുക, നിയമസഭ അതിൻ്റെ ചട്ടങ്ങൾക്കനുസരിച്ച് പോകും. കൊച്ചി മേയറുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, സഭയുടെ പിന്തുണയിലാണ് താൻ മേയറായതെന്ന്. അല്ല, നമ്മളിപ്പോൾ അതിനകത്ത് ഇന്നാൾ വേണം ഇന്നൽ പോകും, അത് അവർക്ക് ആ പാർട്ടിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അവർ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായി. എന്ന് മാത്രമല്ല അവരുടെ നേതൃത്വത്തിൻ്റെ അവസരവാദ നിലപാട്, ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്നവരല്ല, ഞങ്ങൾ വളരെ ആദർശശുദ്ധി ഉള്ളവരാണെന്ന് ഒരു വസ്തു പറയും, എന്നിട്ട് രഹസ്യമായി അവിടെ പോയി സന്ദർശിക്കും, അത്തരം കാര്യങ്ങൾ ഇടപെടും. ഇപ്പോൾ ഏത് വിഭാഗത്തിനും സാമൂഹ്യമായി കൊടുക്കണോ, പദവികൾ എങ്ങനെ കൊടുക്കണം, അതെല്ലാം അവർക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ കൊച്ചി പോലെ അതിവേഗത്തിൽ വികസനം നടക്കുന്നൊരു സ്ഥലം, വലിയ മാറ്റം നടന്ന എതിരാളികൾ പോലും പ്രശംസിച്ച ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നിടത്ത് എങ്ങോട്ടാണ് ഇവരിത് കൊണ്ടുപോകുമ്പോൾ എന്ന സൂചന ഇപ്പോൾ തന്നെ വന്നു എന്ന് മാത്രം കണ്ടാൽ മതി.